ഹലോ, അപ്പൊ നമ്മുടെ ഒരു ഗോൾഡ് മിസ്സായി. അതെ, അത് ശരിക്കും പറയാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് എന്താ പറയാ, ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അല്ലേ. ഞാൻ വിചാരിച്ചു ഗ്രാമിന് 10,000. നമ്മുടെ ഒരു ഉത്സവം ഉണ്ട് പിഷാരാവിലെ. നമ്മുടെ നാട്ടിൽ നിന്നാ പോകുന്നത്. അപ്പൊ നാട്ടിലെ അമ്പലത്തിൽ സച്ചു വന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. പിഷാരാവിലെ പോയിട്ട് രാത്രി 2 മണിയായി വീടത്തെ. അപ്പൊ ഒരാൾ ഉറങ്ങാണ്ട് കിടന്നിട്ട് ബോധിനും പോയേട്ടാ. എനിക്ക് അറിയുന്നില്ല എവിടെ തിരയണ്ടെന്ന് അറിയില്ല, എങ്ങനെ പോയിന്ന് ഒന്നും അറിയുന്നില്ല. കുറെ CCTVയിലൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷെ അതിലൊന്നും ക്ലിയർ കിട്ടുന്നില്ല അല്ലേ. കയ്യിലുണ്ടോ അമ്പലത്തിൽ തന്നെ മിസ് ഒന്നും മനസ്സിലായി. അമ്പലത്തിൽ നിന്നാണ് മിസ്സായേ. കാരണം ഇന്നലെ ഒരു സീൻ ഉണ്ടായിരുന്നു, സ്വാലിഹ ഞാനും കൂടിയിട്ട് ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു. അതില് എല്ലാ ഗോൾഡും അഴിച്ചു വെച്ചതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇട്ട ഓർമ്മയുണ്ട്, പക്ഷെ പിന്നീട് എവിടെ പോയിന്നും അറിയുന്നില്ല. ഇന്നലെ എവിടെയും പോയില്ല, ഞാൻ എവിടെയും പോയില്ല. ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ക്ലോക്ക് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ഒന്നും പോയതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഇനിയിപ്പൊ നടന്ന് പോകുമ്പോ മണ്ണിലൊക്കെ കൊറേ തെരഞ്ഞ്, കാരണം കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, അധികം ലൂസ് അല്ല. പക്ഷെ വെള്ളമൊക്കെ തട്ടിയാലാണ് പോവുക എന്നുള്ള രീതിയിൽ വാഷ് ബേസും അല്ലെ വാഷ്റൂമിലൊക്കെ ഫുള്ള് തെരഞ്ഞു. പാത്രങ്ങൾ എല്ലാം എടുത്ത് നോക്കി, ഡ്രസ്സുകളൊക്കെ എല്ലാം വലിച്ചിട്ട്. പക്ഷെ നമുക്ക് ഞാന് കുഴപ്പമില്ലെന്നും പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറക്കവും വരുന്നില്ല. അതെ, കാരണം ചെറുത് മീൻസ് അത് എങ്ങനെ മണ്ണിലൊക്കെ പോയാലും കാണില്ല, നമുക്ക് അറിയുന്നില്ലല്ലോ. അവസാനം കൊറേ തെരഞ്ഞെടുത്തപ്പോ ഒഴിവാക്കിയാണ്. കൊറേ തെരഞ്ഞു, പിന്നെ സങ്കടപ്പെട്ട് കാര്യമല്ലോ. ഞാൻ മുടിയും കിട്ടാനുള്ളത് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനിങ്ങനെ പാകപ്പെടുത്തി കൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് രാത്രി എനിക്ക് പെട്ടെന്ന് ഞെട്ടി അണിച്ചു അല്ലേ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേട്ടാ നമ്മള് ക്ലോക്ക് വാങ്ങിച്ച എവിടെയാണ് പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിങ്ങനെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് വിളിക്കാനും നമുക്ക് ആ ഒരു ടൈം എത്തിയിട്ടില്ല തോന്നുന്നു അല്ലെ, വിളിക്കാനും തോന്നില്ല. അത് കഴിഞ്ഞ് രാവിലെയാണ് ആ ക്ലോക്ക് വാങ്ങിച്ചതിനൊരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് ധൈര്യമായിട്ട് വന്നോളൂ പറഞ്ഞു. മീൻസ് അവര് ഫറൂഖിലാണ് വീട്, ബസ്സിലായിരുന്നു. നമ്പർ ഉണ്ടായിരുന്നു. അതിൽ വിളിച്ചപ്പോ ഞാൻ ഇന്നലെ വാങ്ങിച്ച കുട്ടിയാണ്, അവിടുത്തെ റിങ് എന്തെങ്കിലും കിട്ടിയപ്പോ ആ ധൈര്യമായിട്ട് വന്നോളൂ പറഞ്ഞു. അവർക്ക് പക്ഷെ ക്ലിയർ ആവുന്നില്ല, വോയിസ് ഒക്കെ ബ്രേക്ക് ആയി. ഞാൻ വിചാരിച്ചു ഇനി ഏട്ടൻ പറഞ്ഞു ക്ലോക്കിന്റെ റിങ് എന്തെങ്കിലും ആയിരിക്കുമോ, നീ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചപ്പോഴാണ് ഇല്ല അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. മീൻസ് അവര് നമ്മുടെ വീഡിയോ കാണുന്ന അവരല്ല, അടുത്ത ഷോപ്പില് ഒരു ആ ചേട്ടനാണ്. 3 കൊല്ലം മുൻപ് ഞാൻ അവിടെ ഒരു കണ്ടന്റ് എടുക്കാൻ പോയി. അങ്ങനെയാണ് മൂപ്പര് എനിക്ക് പരിചയം. അപ്പൊ ഇന്നലെ പോകുമ്പോ അതിന്റെ അടുത്താ പോകുമ്പോ ഇന്നലെ പോകുമ്പോ നമ്മൾ അവിടെ നിന്ന് മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ടു. നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. ആക്ച്വലി മൂപ്പരില്ലേ എനിക്ക് ഇന്നലെ തന്നെ ഒരുപാട് മെസ്സേജ് വാട്സാപ്പില്. അത് നമ്മൾ ഉത്സവമായിട്ട് നമ്മൾ മൊബൈലിൽ നിന്ന് എടുക്കാറില്ല. ഉത്സവം മുണ്ട് മാത്രം എടുക്കും. മുണ്ടും ഷർട്ട് ഇടാണ്ടാ പോവാ. നമ്മളൊരു അരവിന്റെ കൂടെ ഒക്കെ തോർത്തൊക്കെ ഇട്ട് ഷർട്ട് ഇടാണ്ട് പോവാ. അപ്പൊ ഫോണൊക്കെ വെച്ച് പോയത് കുറെ മെസ്സേജ് ഉണ്ടായിരുന്നു ഫോണില്. അതുപോലെ തന്നെ എന്നെ കിട്ടായിട്ട് ജിപേയിലേ ആ നമ്പറിൽ ജിപേയില് ഹലോ മെസ്സേജ് വെച്ചിരിക്കുക. ട്രൂ കോളറിൽ എങ്ങനെയൊക്കെയോ പോയിട്ട് 3 വർഷം മുമ്പുള്ള വിളിച്ച ആ നമ്പറൊക്കെ എടുത്ത് ആ ചേട്ടൻ വിളിച്ചിരിക്കുക. ഒരു സെക്കൻഡ് മോനെ വിളിച്ചിരിക്കുക. പിന്നെ എന്തൊക്കെയാ ചെയ്ത് ഫേസ്ബുക്കിലും എല്ലാത്തിലും മെസ്സേജ് വെച്ചിരിക്കണം. നമ്മളൊന്നും അറിയുന്നില്ല, കാരണം ഫോണ് നോക്കിട്ട് എന്ത് കിട്ടാനല്ലേ. ഫുള്ള് തിരയായിരുന്നു. അച്ഛനും ഞാനും കൊറേ പോയി തിരഞ്ഞു. ഇന്നലെ കൃഷ്ണ ഉണ്ടായിരുന്നു, സ്വാലിഹ ഉണ്ടായിരുന്നു. അവരൊക്കെ രാത്രിയൊക്കെ തിരയായിരുന്നു ഇവിടെ കിടന്നിട്ട്. അവസാനം ആ ചേട്ടൻ വിളിച്ച് നേരത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം പോയി കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ രാവിലെയാണ് ആ ചേട്ടനെ വിളിച്ചപ്പോഴാണ്. ഞാൻ ഒരുപാട് തവണ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴേക്കും മൂപ്പരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് മൂപ്പരെ കൊടുത്തുന്നത്. അപ്പോഴേക്കും ഞാൻ വാട്സാപ്പ് നോക്കുമ്പോഴാണ് അവര് ഇന്നും കൂടി വന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. അത്രയും നല്ല ആൾക്കാരെ അതെ, അത് നിങ്ങളടുത്ത് കൂടി പറയാനും തോന്നി. കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മളൊരു നന്മ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു ഇത് എത്തുന്ന വിചാരിച്ചില്ല. കാരണം അതാ ഇതാണ്ടോ ആ വാച്ച് ഷോപ്പ്, ക്ലോക്ക് ഷോപ്പ്. നമ്മൾ പോകുന്നുണ്ട് അവിടേക്ക്. വെള്ളിക്കറമ്പില് ഈ ചേട്ടനാ നമ്മളെ എല്ലാ ജിപേയിലും വാട്സപ്പിലും എല്ലാം വിളിച്ചിട്ടാണ് നമുക്ക് മനസ്സിലായിട്ട്. ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോകണം എന്നിട്ട് വേഗം പോയി. കുഞ്ഞുണ്ടായിരുന്നല്ലോ, അങ്ങനെ വേഗം പോയതാ. കുറച്ച് ലൂസാ, വളരെ അവിടേക്ക് വരണം എന്നൊക്കെ ഉണ്ടായി. അപ്പൊ ഇന്ന് രാവിലെ എവിടെയും പോയില്ല, ഇവിടെ മാത്രമേ വന്നുള്ളൂ.
അപ്പൊ ഇവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം തിരക്കിട്ട് പോവായിരുന്നു. അതെ ഞാൻ പറഞ്ഞത് അതിന് നിങ്ങൾക്ക് റിസ്ക് ഇല്ല, ഇതിന്റെ റിസ്ക് എനിക്കാണ് ഇതിന്റെ റിസ്ക്. പോരെ അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഒപ്റ്റിക്കൽസ് ഇന്ത്യൻ ഒപ്റ്റിക്കൽസിലെ നിതീഷ് ചേട്ടനാണ് നമുക്കിത് കൊണ്ട് തന്നത് കേട്ടോ. വലിയൊരു വലിയ കാര്യം പറഞ്ഞാൽ വലിയ കാര്യം. സ്വർണത്തിന്റെ ഒക്കെ റേറ്റ് അറിയാമല്ലോ. എന്തായാലും നമ്മള് ചെറിയതാണെങ്കിലും നഷ്ടപ്പെട്ട് പറയാൻ ഭയങ്കര സങ്കടമായില്ല. എന്നാലും ഒരുപാട് വളരെ സന്തോഷം. അത് നമ്മളെ ഒരിക്കൽ കണ്ടതാണല്ലോ, നമ്മള് അത് വീണ്ടും നല്ല രീതിയിൽ വീണ്ടും ഒന്നുകൂടി കാണാൻ പറ്റിയ സന്തോഷം. ഓക്കെ, വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്റെ റിങ് കിട്ടിയ ഒരുപാട് സന്തോഷം. ചെറുതാണെങ്കിലേ 2-3 ഗ്രാമേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴത്തെ വില അനുസരിച്ച് നല്ല പൈസയായില്ലേ. 40,000 മുകളിലായില്ലേ എന്റെ അമ്മേ. അപ്പൊ വളരെ അവർക്ക് തരാൻ തോന്നിയതിന് ആ ഒരു മനസ്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അവിടുന്ന് പറഞ്ഞെങ്കിലും ചെയ്യാം, നമ്മളൊക്കെ എങ്ങനെ അത് ചോദിക്കാമല്ലോ. എന്തെങ്കിലും അയ്യോ അതെ നല്ല നമുക്കതിൽ ഇതുണ്ട്. അപ്പൊ ഒന്നും വേണ്ട, സന്തോഷം. അവർക്ക് ഭയങ്കര സന്തോഷം. നമ്മളിന്ന് കണ്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്തായാലും അവരുടെ ഫാമിലിനൊക്കെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ അല്ലേ. ഇദ്ദേഹത്തിന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും. ബൈ.